വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ലയോയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, വിശുദ്ധി എന്നാൽ എന്താണ്? അദ്ദേഹം തന്നെ ലയോയ്ക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുവെന്ന് കരുതുക. നമ്മളവിടെ സത്രങ്ങൾ അന്വേഷിക്കുന്നു. ആരും നമുക്ക് സത്രം തരുന്നില്ല. കാരണം ചാക്കുവസ്ത്രം ധരിച്ച കയറ് അരയിൽ കെട്ടിയ നമ്മുടെ കയ്യിൽ 5 പൈസയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ നമ്മളെ ഓടിച്ച് വിടുകയാണ്. അങ്ങനെ നമ്മൾ കറങ്ങി 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 ഏറ്റവും അവസാനത്തെ സത്രവും നമ്മളെ നിഷേധിച്ചപ്പോൾ നമ്മൾ വീണ്ടും തിരികെ കറങ്ങി ഏറ്റവും ആദ്യം നമ്മളെ നിഷേധിച്ചവരുടെ അടുത്ത് വരുന്നു. അപ്പോൾ അവർ നമ്മളെ വലിയ വടിയെടുത്ത് തല്ലി ഓടിക്കുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് അഭയം തരാതെ നമ്മളെ ഓടിച്ചവരോട് നമ്മുടെ മനസ്സിൽ ഒന്നും തോന്നാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. വിശുദ്ധി എളുപ്പത്തിൽ കൈവരിക്കാവുന്ന ഒന്നല്ല. അത് നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായ സഹനത്തിലൂടെ ഒരാൾ തന്നെ മോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ രൂപപ്പെടുന്ന ഒന്നാണ്. ദൈവത്തിൻ്റെ കൃപയോടൊപ്പം മനുഷ്യൻ്റെ നിതാന്തമായ പരിശ്രമത്തിൻ്റെ റിസൾട്ടാണ് വിശുദ്ധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് അസീസി ഇവിടെ വിശുദ്ധി എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൻ്റെ സമചിത്തതയും ശാന്തതയും എന്നുള്ളതാണ്. ഈ നോമ്പ് കാലത്ത് നമ്മുടെ വിശുദ്ധി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ സമചിത്തതയും ശാന്തതയുമായി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ എത്രമാത്രം ശാന്തതയുള്ളവരാണ്, നമ്മൾ എത്രമാത്രം സമചിത്തത ഉള്ളവരാണ്. അത് നമ്മുടെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു.